ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലവ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. എങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാനിവിടെ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാലുകൾ ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്യാതെയും വെക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ 2 ഉള്ളി, 1 തക്കാളി, 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക്. ഇനി നമുക്കൊരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇതിനു ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു മൂടിയെടുത്ത് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. കുരുമുളക് പൊടി കൂടി വേണം, അത് ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. ഉള്ളി ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉള്ളി ചെറിയൊരു ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മൂടി വെച്ച് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് നന്നായി തക്കാളി ഉടഞ്ഞു കിട്ടും. ഇവിടെ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണം പോയതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസാലയുമായി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഞണ്ട് മസാലയുമായി മിക്സ് ആയതിനു ശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി ഒരു മൂടി എടുത്ത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കാം. ഇപ്പോൾ ഞണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ആവശ്യാനുസരണം ഞണ്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം പാകത്തിനാണ് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.